ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LGS അതേപോലെ 10th പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡേ 3 ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഡേ 1ഉം 2 ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ക്ലാസ്സാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് പോലെ, അതായത് ചെറിയൊരു റിവിഷൻ കോഴ്സ് പോലെ ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ 30 ദിവസത്തെ ഒരു ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേ 3 ആണ് കേട്ടോ ഇന്ന്. ഡേ 1-2 ടോപ്പിക്സ് ഒക്കെ അറിയാൻ വേണ്ടി PSC ക്ലൈംബർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡേ 3യിൽ വരുന്ന പാഠഭാഗങ്ങൾ ക്ലാസ് 9 പാഠം 3, അതേപോലെ ക്ലാസ് 9 പാഠം 8. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട PYQൻ്റെ പാർട്ട് 3 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഡേ 1ഉം 2വിനും ഒക്കെ ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോള് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആ ദിവസത്തെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ, അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആ 2 അല്ലെങ്കിൽ 3 ചാപ്റ്റർ വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിവിഷനൊക്കെ പോലെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രിയിൽ ഒരു പോള് ഇടുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് അറ്റൻഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ ദിവസം ഡേ 1ൽ നമ്മൾ ഇട്ടതാണ്. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 10 സെക്കൻഡ് വീതമാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചത് റൈറ്റ് വേയിലാണോ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ആ ക്വിസിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളത് കാണാൻ പറ്റും. എനിക്കിത് അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും അതേപോലെ എങ്ങനെയാണ് അവർക്ക് മാർക്കും എന്നൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഓരോ ദിവസം രാത്രിയിലും ആദ്യത്തെ ഒരു 5 പൊസിഷൻ വരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ, സ്ക്രീൻഷോട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ചാനലിൽ ജോയിൻ ചെയ്യുക. കാര്യം ആ ഒരു PSC ക്ലൈംബർ എന്ന് പറയുന്ന ചാനലിലൂടെയാണ് നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഉണ്ട്, എങ്കിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വിസിൻ്റെ കാര്യം ആദ്യത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. 30 ഡേയ്സിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ക്വിസ് എന്നും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഞാൻ 1-2 ആപ്പുകളിലും ഒക്കെ PSC പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യണം. അതിൻ്റേതായ കുറേ തിരക്കുകളുള്ളപ്പം ക്വിസും കൂടെ ഉണ്ടാക്കിയിടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ അത് പറയാതിരുന്നത്. പക്ഷെ എന്തായാലും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 61/2024 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 53ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇതിൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണേ. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് കോമ്പല്ല് എന്താണ്, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നതാണ് ഏത്, കോമ്പല്ല്. സോ അത് മാത്രമാണ് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? നമുക്കറിയാം ലോല എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്, പയറിൻ്റെ സങ്കര ഇനമാണ്. ഓർത്തു വെച്ചോളുക. അടുത്തത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏതിൻ്റെ ലക്ഷണമാണ്? കണ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കണയാണ്. ഇനി ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? അത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. അതായത് തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും ഉണ്ട്, അതേപോലെ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും ഉണ്ട്. അതായത് ഇപ്പം തിരമാല അതേപോലെ സൂര്യനൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അതെന്താണ്? അതായത് നമുക്ക് വീണ്ടും റീന്യൂ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഴ്സസ് ആണ്. എന്നാൽ കൽക്കരി, പെട്രോളിയം പോലുള്ളതൊക്കെ എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക, തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൽക്കരി പാരമ്പര്യേതര എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ അല്ല. കൽക്കരി എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പിന്നെ സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണെന്നാണ് ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, ഇനി 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം
കേരളത്തിൽ ഏത് ജില്ലയിലാണ്? എവിടെയാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തോണേ, അതായത് നേരെ തിരിച്ചും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വനവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിക്കുന്ന കടൽ തീരം ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ മുതിയം കടൽ തീരത്ത് ഏത് ജീവികളെയാണ് സംരക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ആൻസർ പഠിച്ചു വെച്ചോളുക. 58ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ, 2023. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 ഈ ഒരു ചെറുധാന്യ വർഷം 2023 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മില്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെറുധാന്യത്തിൽ പെടുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരും. ഇവിടെ മില്ലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെറുധാന്യ വർഷം, അത് തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഈ പദ്ധതി ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആർദ്രം പദ്ധതിയാണ്. അപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് FHC ആക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജെയിൻറ്റ് വീലിൻ്റെ ചലനം മാത്രമാണ് ഉദാഹരണമല്ലാത്തത്. അപ്പോൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചോളുക. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ്. പിന്നെയോ ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടൈറ്റാനിയമാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 3 ശരി. അതായത് കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, പിന്നെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുമ്പോഴാണ്? ഐസ് ജലമായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണികകളുടെ ഊർജം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കൂടും, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും അല്ലേ. ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്. ജലം എന്ന് പറയുമ്പോൾ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ദ്രാവക അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താ പൊതുവേ എന്താണ്? ആകർഷണം കുറയും, അകലം കൂടും, ഊർജം കൂടും. ഓക്കെ, ഇനി കണികകളുടെ ചലനം കുറയുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അല്ലേ. കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ജപ്പാനിലാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ബാക്കിയുള്ള ശരിയായിട്ടുള്ളത് നോക്കിക്കൊള്ളുക. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. എത്ര മടങ്ങാണ്? 100 മടങ്ങ്. പിന്നെ ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. അടുത്തത്, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? ഈ ഒരു ദൂരദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ ഏതാണ് ഒറ്റപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, ചിക്കൻ ബോക്സ് മാത്രം എന്താണ്? വൈറസ് മുഖാന്തരം ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ബാക്കി ക്ഷയം, അതേപോലെ എലിപ്പനി,
ഡിഫ്തീരിയ, ഇതെല്ലാം എന്താണ്? ബാക്ടീരിയൽ ഡിസീസാണ്. അടുത്തത് നിപ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വവ്വാലാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇതൊക്കെ SCRTയിൽ കൃത്യമായിട്ട് പറയുന്ന പോയിന്റുകളാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. നമുക്കറിയാം, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ സി ആണ്, ഇരുമ്പാണ്. ഇത് മുമ്പും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പിഗ്മോമാനോമീറ്റർ ആണ്. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രമേഹമാണ്. ബാക്കി ഈ തന്നിട്ടുള്ളതെല്ലാം, അതായത് അതിറോസ്ക്ലിറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, ഇതെല്ലാം എന്താണ്? കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. 73ാമത്തെ ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, WIFS അല്ലെങ്കിൽ വിപ്സ് എന്ന് പറയാം. ഓക്കെ. 75ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാലമിത്രയാണ്. അടുത്ത 76, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് പകരില്ല. ബാക്കി ലൈംഗിക ബന്ധത്തിലൂടെ, അതേപോലെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ, ഇതിലൂടെയൊക്കെ എന്താണ്? എയ്ഡ്സ് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സയൻസ് ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 57/2024, അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കേണ്ടത്. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, നൈട്രജൻ, N2 ആണ് ഈ തന്നിട്ടുള്ളതിൽ ഹരിതഗൃഹവാതകം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പരിസ്ഥിതിയുടെ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അതല്ല, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ മതി. അതിൽ ഒരുപാട് തവണ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉൾപ്പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തായിരിക്കും ബാക്കിയുള്ള തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം? എന്തായിരിക്കും? ഹരിതഗൃഹവാതകങ്ങളാണ് അല്ലേ. CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥെയിൻ CH4 എന്നാണ് അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. ഇവരെല്ലാം എന്താണ്? ഹരിതഗൃഹവാതകങ്ങളാണ്. പക്ഷേ PSC ഇത് എപ്പോഴും ചോദിക്കുമ്പോൾ നൈട്രജൻ ആയിരിക്കും എപ്പോഴും ഇതല്ലാത്തത് എന്നുള്ള രീതിയിൽ തരുന്നത് കേട്ടോ. അല്ലാത്ത കേസുകളും ഉണ്ട്, വേറെ ആൻസർ ഓപ്ഷൻ വരുന്നതും ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 5 തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 തവണയും ഹരിതഗൃഹവാതകങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് അവിടെ ആൻസർ വരുന്നത് നൈട്രജൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അപ്പൊ ഇവിടെ നമുക്ക് ഒറ്റയടിക്കാൻ ആൻസറിലേക്ക് വരാം. എന്താ? ജീവകം ഡി. കാര്യം ജീവകം ഡി ആണ് അസ്ഥികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ വിറ്റാമിൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവകം ഡി കണ എന്നുള്ളതാണ്. ഇനിയിപ്പോ ജീവകം ഡി 2 അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സംശയം വന്നേനെ. അപ്പോൾ ഓർത്ത് വെച്ചേക്ക്, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അത് ഡി ആണ്. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് കണയാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലെ. എന്താണ്? നെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നൊക്കെ പറയുന്നത്. അടുത്തത് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പറമ്പിക്കുളമാണ് അല്ലെ. കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഈ തന്നിട്ടുള്ളതിൽ ഉദാഹരണം വരുന്നത് പറമ്പിക്കുളമാണ്. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ നോക്കാം നമുക്ക്. ഒന്നാമത്തത്, മനുഷ്യ ശരീരത്തിൽ
പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അടുത്തത് രണ്ടാമത്തെ നോക്കിയോളൂ. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതെന്താണ്? ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും എന്നുള്ള പ്രസ്താവന തെറ്റാണ് അല്ലെ. സോ 1, 2, 3 ശരി, 4 തെറ്റ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തല്ലേ, കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് കണ്ടതാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, കോഴിക്കോടാണ്. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ കിട്ടും. ഉറുമ്പ് പൊടി എന്നുള്ളതാണ്. ബാക്കി മിത്രകീടങ്ങൾ, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം, ഇതെല്ലാം എന്താണ്? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളാണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് SCERT പറഞ്ഞിട്ടുണ്ട്. എയറോപോണിക്സ് ആണ്. ഏതാണ്? എയറോപോണിക്സ് ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത് പ്രതിഭാസത്തിലാണ്? യെസ്, പ്രകീർണം അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രകീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കുറേ എക്സാമ്പിൾസും ഒക്കെ നമുക്ക് ആ ഒരു ഫിസിക്സിന്റെ ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് കേട്ടോ. എപ്പോഴും ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളും, അതായത് ഇപ്പോൾ 10th ലെവൽ ആണെങ്കിലും LGS ആണെങ്കിലും ഒക്കെ ഈ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഈ റിഫ്രാക്ഷൻ, അതായത് അപവർത്തനം, പിന്നെ അതേപോലെ പ്രതിപതനം, വിസരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. പ്രതിഫലനം, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ആ ഒരു ടൈം ടേബിൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ ഒരു PYQ സെഷൻ ആയിരിക്കും. 2024 നടന്ന LGS ലെവൽ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ഇപ്പോൾ മനുഷ്യ ശരീരം എടുത്തിട്ട് അതിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടർ, അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ആ ഒരു ടോപ്പിക്ക് പഠിച്ചൊരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ നോക്കാം, ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് എന്താണ്? 1ഉം 3ഉം ശരി. അപ്പൊ നോക്കിയോളുക, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇതുമായിട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്താണ്? ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ കേന്ദ്രഭാഗത്ത് ആരൊക്കെയാണ് ഉള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ന്യൂട്രോണുകളും അതേപോലെ പ്രോട്ടോണുകളും കാണപ്പെടുന്നത് കേന്ദ്രഭാഗത്താണ് അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പൊ എന്താണ്? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയസിൽ ആരാ ഉള്ളത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തേതിലേക്ക് നോക്കിക്കൊള്ളുക, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ആറ്റത്തിനെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുവാണേ. അതായത് പ്രധാനമായിട്ടും ആറ്റത്തിന്റെ അകത്ത് ഉള്ള കണങ്ങളാണ് ഈ പറഞ്ഞ ന്യൂട്രോൺസ്, അതേപോലെ തന്നെ പ്രോട്ടോൺസ്, പിന്നെയോ ഇലക്ട്രോൺസ്. ന്യൂട്രോൺസിന്റെ ചാർജ് എന്താ? ചാർജ് ഉണ്ടോ? ഇല്ല, ചാർജ്ലെസ് ആണ്, അല്ലെങ്കിൽ 0 ആണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺസ്. ഇനി പ്രോട്ടോൺ ആണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് ആണ്. അതെങ്ങനെ ഓർത്ത് വെക്കാം? പോസിറ്റീവ് ഏത് ലെറ്ററിലാണ് തുടങ്ങുന്നത്? P-യിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇലക്ട്രോൺ ആണെങ്കിലോ, അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഒരാൾ തീർച്ചയായിട്ടും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോൺ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആറ്റത്തിന്റെ ആ ഒരു സെൻട്രൽ പോർഷൻ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ഈ ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഇനി ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ ചെയ്യുന്നത് ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നൊക്കെ വിളിക്കും, ഈ ഓർബിറ്റുകളിലൂടെ കടന്ന് കറങ്ങുകയാണ് ഇലക്ട്രോണിന്റെ പരിപാടി. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് കണക്റ്റഡ് ഫാക്ട് പറഞ്ഞു പോയത് കേട്ടോ. ഇനി അടുത്ത 62ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈ കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ LDC, കോട്ടയം ജില്ലയിലേക്ക് LDC നടന്നല്ലോ. അപ്പോൾ ആ ഒരു LDC പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ രീതിയിലല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, ആൻസർ സെയിം ആണ് വരുന്നത്.
അതായത് ഇത്രയേ ഉള്ളൂ. ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്പോഴും ഒരു ലോഹവും അതായത് ഒരു മെറ്റലും ഒരു ആസിഡ് ഏതെങ്കിലും ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന ഗ്യാസ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. അങ്ങനെയായിരുന്നു ആ ഒരു LDCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കൊള്ളുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ കണ്ടോ, അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇനി താഴത്തെ ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ഒരു ആസിഡ് ആണ്. സിങ്ക് എന്താണ്? സിങ്ക് എന്താണ്? ലോഹമാണ് അല്ലെ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് മെറ്റൽ അല്ലെങ്കിൽ ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോ. കണ്ടോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് ഒരു ലോഹമാണോ? അല്ല. അപ്പൊ അത് എന്തായാലും ആൻസർ അല്ല. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റ് ഒരു ലോഹത്തിന് ഉദാഹരണമാണ്. അല്ല, അതൊക്കെ കോമ്പൗണ്ടുകളാണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അതൊക്കെ എന്താണ്? തെറ്റാണ്. എന്താണ് ഇവിടെ വരുന്നത്? മെറ്റൽ അല്ലെങ്കിൽ ലോഹം ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഒരുപാട് പരീക്ഷകളിൽ PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇരുമ്പിന്റെ അയിര് ഏത്? അപ്പോൾ ഈ ഇരുമ്പിന്റെ, അലൂമിനിയത്തിന്റെ, അതേപോലെ നമ്മുടെ സിങ്കിന്റെ ഇതൊക്കെയാണ് PSC എപ്പോഴും എടുത്ത് ചോദിക്കുന്നത്. കാരണം SCERT കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ലോഹങ്ങളും അവരുടെ അയിരുകളുമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ വരുന്ന 4ാമത്തെ പാഠമുണ്ട്. അതിൽ ഈ ഒരു മെറ്റലർജിക്കൽ പ്രോസസ്സിനെ പറ്റി അതേപോലെ തന്നെ ഓരോന്നിന്റെ അയിര് ഏത് എന്നുള്ള രീതിയിലൊക്കെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളത് ഇപ്പം അത് പലപ്പോഴും അല്ലാതെ ഇപ്പം 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവലിലും ഒക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ബോക്സൈറ്റിന്റെ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണല്ലോ, ആ ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ത് എന്ന് പറഞ്ഞാൽ Al2O3 2H2O എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം എന്ത്, മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം എന്ത്, അങ്ങനെയൊക്കെ PSC എപ്പോഴും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു SCERT ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ SCERT പാഠഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പഠിച്ചു വെക്കാം, നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ബോക്സൈറ്റ് നമ്മൾ പറഞ്ഞു ആരുടെയാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. കുപ്രൈറ്റ് ആരുടെയാണ്? കോപ്പറിന്റെ ആണ്. കലാമിൻ ആരുടെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തു വെക്കുക. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്തായിരിക്കും? ഇപ്പോൾ ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത ഇന്നത്തെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടല്ലോ, ഊർജ്ജ മാറ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അതായത് ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. അതായത് നമുക്കറിയാം ഊർജ്ജം എന്താണ്? ഗതികോർജവും ഉണ്ട്, സ്ഥിതികോർജവും ഉണ്ട്. ഗതികോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി അല്ലെ. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അതായത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി എന്താണ്? താഴത്തേക്ക് വീഴും. അപ്പൊ ആ ചെടിച്ചട്ടി അവിടെ വെറുതെ ഇരുന്ന സമയത്ത് അതിനുണ്ടായിരുന്ന ഊർജ്ജം ഏതാ? സ്ഥിതികോർജ്ജം അതിന് വളരെ കൂടുതലായിരുന്നു അല്ലെ. എന്നാൽ അത് താഴത്തേക്ക് പതിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് അവിടെ കൈനറ്റിക് എനർജിയാണ് അവിടെ നടക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജമാണ് അവിടെ വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഇനി അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതേപോലെ തന്നെ 66ാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ സയൻസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട കേട്ടോ. ഇനി 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ് ഈ തന്നിട്ടുള്ളതിൽ? ഹൃദയം മാത്രമാണ് അല്ലെ, ഓപ്ഷൻ B. ബാക്കി ഏതാണ്? വൃക്ക, ത്വക്ക്, ശ്വാസകോശം. ഇതെല്ലാം എന്താണ്? വിസർജന അവയവങ്ങളുടെ ഗണത്തിൽ പെടുന്നതാണ്. അടുത്ത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമുക്ക് നോക്കുമ്പോഴേ അറിയാം, എയ്ഡ്സ് ആണ് അല്ലെ. HIV വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എയ്ഡ്സ്. അപ്പോൾ അവിടെ ബാക്കിയുള്ളത് എലിപ്പനി, അതേപോലെ ക്ഷയം, ഡിഫ്തീരിയ. ഇത് മൂന്നും എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? നമ്മളിപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. എന്ത് മൂലം? നിങ്ങളൊന്ന് പറഞ്ഞേ. ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ, ബാക്ടീരിയ മൂലം ഉണ്ടാവുന്നതാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. 69ന്റെ ആൻസർ D ആണ്, എംഫസീമയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം, അതായത് ഡേ 1 നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഇതിന്റെ ആൻസർ ആയിട്ട് ബ്രോങ്കൈറ്റിസ് ആയിരുന്നു പറഞ്ഞല്ലോ. അതും ഈ ഏകദേശം ഇതേപോലെയായിരുന്നു ക്വസ്റ്റ്യൻ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാവുന്ന എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ PSCയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ C ആയിരുന്നു കൊടുത്തത്. അവിടെയും ബ്രോങ്കൈറ്റിസ് എന്നുള്ളത് ഓപ്ഷൻ സിയിലായിരുന്നു വരുന്നത്. ഞാനും അത് വായിച്ചു പോയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരോ കമന്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാനും അത് നോട്ട് ചെയ്തത്. അപ്പോൾ ഓർത്ത് വെച്ചേക്ക്, അത് എംഫസീമയാണ് കേട്ടോ. അത് നമ്മുടെ SCERT എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ SCERT ആ ഒരു പാഠഭാഗത്തിന്റെ കുറച്ച് ക്ലിപ്പ് കൂടെ ഒന്ന് കാണിക്കാവേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിങ്ങനെ ക്ലാസ്സുകൾ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സ്, നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്ത് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് ഞാനാണെങ്കിൽ ഞാൻ ക്ലാസ് ഇടയ്ക്ക് കണ്ടു നോക്കാറുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത്.
അപ്പോൾ ഞാനാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് അത് പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. എപ്പോഴും എൻ്റെ ഒരു ക്ലാസ് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ അത് ആഡ് ചെയ്തിട്ടൊന്ന് പിന്നെ ചെയ്യുന്നതുകൊണ്ടോ എനിക്ക് യാതൊരു വിധ മടിയില്ല. ഒരിക്കലും തെറ്റ് പഠിച്ച് വെക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, ഞാൻ ആ ഒരു SCERT പാഠഭാഗം ഒന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടോ, എംഫസീമ നോക്കിക്കൊള്ളുക. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാകുന്നു. അപ്പൊ ഇതാണ് എംഫസീമ എന്ന് പറയുന്ന അസുഖം. പിന്നെ അടുത്തത് ഇവിടെ ബ്രോങ്കൈറ്റിസും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം കൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതേപോലെ ശ്വാസകോശ അർബുദത്തെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് SCERT-യിലുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇനി നോക്കാനുള്ളത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത് പദ്ധതിയാണ്? എൽസ ആണ് അല്ലെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എൽസ പദ്ധതിയാണ്. അടുത്ത 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ വായിക്കാതെ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ലേ. നമ്മളിപ്പോൾ എത്ര തവണ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു? എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് LGS ലെവലിൽ നടന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പോകണ്ട. അതിൻ്റെ ആ ഒരു കാറ്റഗറി നമ്പർ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൻ്റെ ആൻസർ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ക്ലാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് കണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണെന്ന് പറഞ്ഞ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72ാമത്തെ ക്വസ്റ്റ്യൻ, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡ് ആണ്. അപ്പോൾ അമിനോ ആസിഡ് ആണ് എന്താണ് പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്നത് എന്ന് ഓർത്തു വെച്ചേക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ, കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഇത് കൃത്യമായിട്ട് നമ്മുടെ SCERT-ൽ ആ ഒരു പിക്ചറൊക്കെ കാണിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫംഗസ് ആണ് അത്ലറ്റ്സ് ഫുഡിന് കാരണമാകുന്ന രോഗകാരി. അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഏത് ഹോർമോണിന്റെയാണ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടല്ലേ. അപ്പോൾ ഒരേ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് ഉള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ സി ആണ്, ആരോഗ്യ കിരണാണ്. ഇത് അല്ലാത്ത രീതിയിലും ചോദിക്കട്ടെ, ഈ ആരോഗ്യ കിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കുട്ടികളുടെ പ്രായം എത്ര, അല്ലെങ്കിൽ എത്ര വയസ്സിന് താഴെയുള്ളതാണ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. 18 വയസ്സാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് കക്കോടി കോഴിക്കോട്. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയമാണ് കേട്ടോ, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നത്. അടുത്തത്, ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? കണ്ടോ, ഇതും എന്താണ്, ആ ജോഡികൾ പോലെ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, BCG വാക്സിൻ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, അതായത് സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 80 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തെ ദിവസം എന്ന് പറയുന്നത്, അതായത് ഡേ 4 നമ്മളൊരു റിവിഷൻ ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.